ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഓട്ടോമേറ്റയുടെ ഏറ്റവും ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഓട്ടോമേറ്റ, അതിൻ്റെ കോമ്പണൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എന്താണ് ഓട്ടോമേറ്റ എന്നുള്ളത് നോക്കാം. ഓട്ടോമേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആണ് വിച്ച് ഫോളോ എ പ്രീ ഡിറ്റർമിൻഡ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഈസ് ഓട്ടോമാറ്റിക്കലി, അഥവാ പ്രീ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആണ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം പ്രീ ഡിറ്റർമൈൻ അഥവാ ആദ്യം തീരുമാനിച്ചു വെച്ചിട്ടുള്ള സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടാവും, അത് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആണ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ ഓരോ ഓട്ടോമേറ്റാസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമേറ്റാസുകളൊക്കെ ഉണ്ട്. പുഷ് ഓട്ടോമേറ്റ, PDA എന്ന് പറയും, അതുപോലെ തന്നെ ടൂറിംഗ് മെഷീൻസ്, അതൊക്കെ എന്താണ് ഓരോ ഓട്ടോമേറ്റുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ ഓട്ടോമേറ്റസ് ഓരോ പർട്ടിക്കുലർ എന്താണ് ഒരു പ്രീഡിറ്റർമൈൻസ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുക. സോ ഓട്ടോമേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതൊരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, ദെൻ അതിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഓട്ടോമേറ്റയിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ഉണ്ടല്ലോ, ആ കമ്പ്യൂട്ടിംഗ് ഡിവൈസിൽ കുറേ സ്റ്റേറ്റ്സുകൾ ഉണ്ടാവും. ഇന്ന സ്റ്റേറ്റ്, അതിനുശേഷം മറ്റൊരു സ്റ്റേറ്റ്, അതിനുശേഷം മറ്റൊരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്കിപ്പോൾ പറയാൻ പറ്റും ഇത്ര സ്റ്റേറ്റ് ആണ് അതിലുള്ളത്. അങ്ങനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അതിലുള്ളതെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് വിളിക്കാം. ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റ നമ്മൾ മെയിനായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്നും നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്നും. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഷോർട്ട് ആക്കിയിട്ട് DFA എന്നും, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ NFA എന്ന് കാണാം, ചിലയിടത്ത് NDFA എന്ന് കാണാം. ഓക്കെ, ദെൻ നമുക്ക് ഇതാണ് ഞാനൊരു ഓട്ടോമേറ്റയുടെ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ എന്തുണ്ടാവും നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവിടെ ഈ ഒരു ഇമേജിൽ വരുന്ന കാര്യങ്ങളാണ് വരുന്നുണ്ടാവുക. ഓട്ടോമാറ്റിക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഇമേജ് വരച്ച് വെച്ചാൽ മതി. അതിൽ ഇൻപുട്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ P നമ്പർ ഓഫ് ഇൻപുട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കിലോട്ട്. അതേപോലെ തന്നെ Q നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. സോ ഇൻപുട്ട് വരും ഓട്ടോമാറ്റിക്കിലോട്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അത് ജനറേറ്റ് ചെയ്യും. അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, Q1, Q2 എക്സെട്ര QN മീൻസ് എന്താണ്, അതിൻ്റെ ഇടയിൽ കുറേ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ടാവും. സോ ഈ Q1, Q2 എക്സെട്ര QN ഒക്കെ എന്താണ്, സ്റ്റേറ്റ്സ് ആണ്. സോ ഇൻപുട്ട് വരും, അത് ഓരോ സ്റ്റേറ്റിലോട്ടായിരിക്കും ഇൻപുട്ട് വരുന്നുണ്ടാവുക. ആ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകും. ദെൻ ആ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ഇൻപുട്ട് കിട്ടുന്ന സമയത്ത് അത് വേറെ സ്റ്റേറ്റിലോട്ട് പോകും. ആ സ്റ്റേറ്റിൽ നിന്ന് വേറെ ഇൻപുട്ട് കിട്ടുന്ന സമയത്ത് വേറെ സ്റ്റേറ്റിലോട്ട് പോകും. അങ്ങനെ ഫൈനൽ സ്റ്റേറ്റിലോട്ട് എത്തിയിട്ട് അതെന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റേറ്റുകൾ എന്തുണ്ടാവും, ഓരോ ഔട്ട്പുട്ട്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ അതെന്താണ്, ഒരു ഓട്ടോമാറ്റിക് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻപുട്ട്സ് ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്, ഔട്ട്പുട്ട്സ് ഉണ്ടാവും. ഓക്കെ, ദെൻ അതാണ് ഇവിടെ പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓട്ടോമേറ്റ ആർ നൗ ഡിസ്ക്രൈബ്ഡ്. ഇവിടെ പറയുന്നു ഇൻപുട്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അറ്റ് ഈച്ച് ഓഫ് ദ ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം T1, T2 എക്സെട്ര Tm ദ ഇൻപുട്ട് വാല്യൂസ് I1, I2 എക്സെട്ര IP each of which can take finite number of fixed values from the input alphabet sigma. സോ എന്താണ്, ഓരോ ഇൻസ്റ്റൻസ് ഓഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ T1 ഓരോ ഇൻസ്റ്റൻസ് ഓഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒക്കെ എന്ത് കാണാൻ പറ്റും, ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് കാണാൻ പറ്റും. ഒരു സ്റ്റേറ്റിലോട്ട് പർട്ടിക്കുലർ നമ്പർ ഓഫ് ഇൻപുട്ട് വരുന്നുണ്ടാവും. അത് ആ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എവിടെ നിന്നാണ്, ഫ്രം ദ ഇൻപുട്ട് ആൽഫബറ്റ് സെറ്റ് പറഞ്ഞിട്ടുള്ള സിഗ്മ, അത് നമ്മൾ പറയാൻ പോകുന്നതാണ്. ഈ സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് ആൽഫബറ്റ് സെറ്റ് ഉണ്ടാവും. ഒരു ഓട്ടോമാറ്റിക് പർട്ടിക്കുലർ ഇൻപുട്ട് ആൽഫബറ്റ് സെറ്റ് ഉണ്ടാവും. ആ സെറ്റിൽ നിന്നുള്ള ഇൻപുട്ട് ആയിരിക്കും എന്തുണ്ടാവുക, ഓരോ സ്റ്റേറ്റിലോട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. I1, I2 എക്സെട്ര IP ആർ അപ്ലൈ ടു ദ സൈഡ് ഓഫ് ദ മോഡൽ. അത് നമ്മൾ കണ്ടിട്ടില്ലോ, ഇതിലാണ് കണ്ടോ, ഇതിൽ കണ്ടില്ലേ, ഇതാണ് ആ ഇൻപുട്ട്സ്. ദെൻ ഔട്ട്പുട്ട് ഉണ്ടാവും. ഔട്ട്പുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, O1, O2 എക്സെട്ര OQ ആർ ദ ഔട്ട്പുട്ട് ഓഫ് ദ മോഡൽ ഈച്ച് ഓഫ് വിച്ച് ക്യാൻ ടേക്ക് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫിക്സ്ഡ് വാല്യൂസ് ഫ്രം ആൻ ഔട്ട്പുട്ട് O. ക്യാപിറ്റൽ O എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് സെറ്റിൽ നിന്ന് ഉള്ള ഔട്ട്പുട്ട്സ് ആണ് O1, O2 എക്സെട്ര OQ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനി ഇൻസ്റ്റൻസ് ഓഫ് ടൈം ദ ഓട്ടോമേറ്റൻ ക്യാൻ ബി ഇൻ വൺ ഓഫ് ദ സ്റ്റേറ്റ്സ് Q1, Q2 എക്സെട്ര QN. ഏതെങ്കിലും നമ്മൾ ആ ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഓഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ അത് ആ ഓട്ടോമേറ്റ് എന്നായിരിക്കും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലാണ്, ചിലപ്പോൾ Q2ലായിരിക്കും, Q2ന്ന് കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ നമ്മൾ Q4ലായിരിക്കും. എന്താണ്, ഏതൊരു ഇൻസ്റ്റൻസ് ഓഫ് ടൈമിൽ നമ്മൾ നോക്കി കഴിഞ്ഞാലും അത് ആ ഒരു ഓട്ടോമേറ്റ് എന്തായിരിക്കും, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, ദെൻ അതാണ് തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫോർത്ത്
ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് സ്റ്റേറ്റ് റിലേഷൻ ആണ്. സ്റ്റേറ്റ് റിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അഥവാ ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ ഓട്ടോമേറ്റ അറ്റ് എനി ഇൻസ്റ്റൻസ് ഓഫ് ടൈം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് ദ പ്രസൻറ്റ് ഇൻപുട്ട്. അഥവാ ഇപ്പോൾ ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, ആ അടുത്ത സ്റ്റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അടുത്ത സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്, നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് തീരുമാനിക്കുന്നത്, പർട്ടിക്കുലർ ടൈമിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഉള്ള സ്റ്റേറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ടുമാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു ഓട്ടോമേറ്റ് ഇപ്പോൾ ഒരു S1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് തീരുമാനിക്കുന്നത്, അതാണ് സ്റ്റേറ്റ് റിലേഷൻ. തീരുമാനിക്കുന്നത് എന്താണ്, ഈ S1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഇൻപുട്ട് ഏതാണോ അതും പ്രസൻ്റ് ആയിട്ടുള്ള ഇൻപുട്ടും ആണ് തീരുമാനിക്കുന്നത് അടുത്ത നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്നുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ ഔട്ട്പുട്ട് റിലേഷൻ. ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ട് ഈസ് റിലേറ്റഡ് ടു എയ്തർ സ്റ്റേറ്റ് ഓൺലി ഓർ ടു ബോത്ത് ദ ഇൻപുട്ട് ആൻഡ് ദ സ്റ്റേറ്റ്. അഥവാ എന്താണ് ഔട്ട്പുട്ട്, ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് തീരുമാനിക്കുന്നത് എന്താണ്, ഒന്നുകിൽ എന്താണ് ആ സ്റ്റേറ്റ് മാത്രമായിരിക്കും അതിൻ്റെ ആ സ്റ്റേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് തീരുമാനിക്കുക. ചില കേസിൽ എന്തായിരിക്കും ആ സ്റ്റേറ്റും അതേപോലെ തന്നെ അതിലോട്ട് വന്നിട്ടുള്ള ഇൻപുട്ടും ഇല്ലേ അതുമായിരിക്കും എന്ത് തീരുമാനിക്കുക, അടുത്ത സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ. It should be noted that at any instance of time the automata is in some state. ഓട്ടോമേറ്റ് എന്തായിരിക്കും, ഓരോ ഇൻസ്റ്റൻസ് ഓഫ് ടൈമിലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഓൺ റീഡിങ് ആൻ ഇൻപുട്ട് സിമ്പിൾ ദ ഓട്ടോമേറ്റ് മൂവ്സ് ടു നെക്സ്റ്റ് സ്റ്റേറ്റ് വിച്ച് ഈസ് ഗിവൺ ബൈ ദ സ്റ്റേറ്റ് റിലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഓട്ടോമേറ്റ് ഏതൊരു ഇൻസ്റ്റൻസ് ഓഫ് ടൈം എടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഇതിന് അവിടുന്ന് ഒരു ഇൻപുട്ട് സിമ്പിൾ റീഡ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യും, അടുത്ത സ്റ്റേജിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ. അവിടുന്ന് വീണ്ടും ഒരു ഇൻപുട്ട് ആൽഫബറ്റ് വന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത സ്റ്റേജിലോട്ട്. അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് റിലേഷൻ വരുന്നുണ്ടാവും. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ദെൻ നമുക്ക് ഇതിൻ്റെ ഓട്ടോമേറ്റയുടെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെർമിനോളജീസ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ആൽഫബറ്റ് ഫസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ആൽഫബറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു, ആൽഫബറ്റ് ഈസ് എനി ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽഫബറ്റ് എന്ന് പറയുന്നത്. ആൽഫബറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ആൽഫബറ്റ് സെറ്റ് ഇവിടെ സിഗ്മ എന്നുള്ളതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്. അഥവാ A, B, C, D. ഇവിടെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുത്തതാണ്. എന്താണ്, ആൽഫബറ്റ് സെറ്റാണ്. അഥവാ സിമ്പിൾസ്, ഏറ്റവും സിമ്പിൾസ് നമുക്കറിയാവുന്നല്ലോ, എ ഒരു സിമ്പിളാണ്, ബി ഒരു സിമ്പിളാണ്, സി ഒരു സിമ്പിളാണ്, ഡി ഒരു സിമ്പിളാണ്. സോ ഈ സിമ്പിൾസിൻ്റെ എന്താണ് ഫൈനൈറ്റ് സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആൽഫബറ്റ് എന്ന് വിളിക്കുന്നത്. ആൽഫബറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നത് സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ് ആണ്. സിമ്പിൾസ് നമുക്കറിയാം എയും ബിയും സിയും ഒക്കെ എന്താണ്, അല്ലെങ്കിൽ 1ഉം 2ഉം 3ഉം ഒക്കെ എന്താണ്, സിമ്പിൾസ് ആണ്. സോ ആ സിമ്പിൾസിൻ്റെ എന്താണ് ഫൈനൈറ്റ് സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആൽഫബറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഒന്നുമില്ല, ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ് ആണ് എന്ത്, ആൽഫബറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൽഫബറ്റ് സെറ്റ് സിഗ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ദെൻ അപ്പോൾ നമുക്ക് ആ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്സ് എല്ലാം എവിടെ വരും, ഈ ആൽഫബറ്റ് സെറ്റിൽ സിഗ്മ ഈക്വൽ ടു പറഞ്ഞിട്ട് ഓരോ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആൽഫബറ്റ് ഇൻപുട്ട് സിമ്പിൾസും എവിടെ നിന്നുള്ളതായിരിക്കും, ഈ ആൽഫബറ്റ് സെറ്റിൽ നിന്നുള്ളതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഇൻപുട്ട് സിമ്പിൾസും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ദെൻ സ്ട്രിങ്സ് എന്നുള്ളതാണ്. സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിമ്പിൾസ് ടേക്കൺ ഫ്രം സിഗ്മ. ഓക്കെ. എന്താണ് ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ. സീക്വൻസും സ്ട്രിങ്ങും ആൽഫബറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ് ആണ് എന്ത്, ആൽഫബറ്റ്. ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിമ്പിൾസ് ആണ് എവിടെ നിന്നുള്ള, സിഗ്മയിൽ നിന്നുള്ള അഥവാ ആൽഫബറ്റ് സെറ്റിൽ നിന്നുള്ള ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിമ്പിൾസ് ആണ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കൂ ഇവിടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, സിഗ്മയിൽ എയും ബിയും സിയും ഡിയും ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു സ്ട്രിങ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് ഞാനൊരു സ്ട്രിങ് ഉണ്ടാക്കി, CABCAD അല്ലെങ്കിൽ ABCCB എന്നുള്ളതൊക്കെ. അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സീക്വൻസ് ഓഫ് സിമ്പിൾസ് ഈ ഇൻപുട്ട് ആൽഫബറ്റ് സെറ്റിൽ നിന്നുള്ള സിമ്പിൾസിൻ്റെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സീക്വൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. ഓക്കെ. ദെൻ അടുത്തത് ലെങ്ത് ഓഫ് സ്ട്രിങ് എങ്ങനെ കണ്ടുപിടിക്കും. നമ്മളിപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സീക്വൻസ് ഓഫ് സിമ്പിൾസ് ആണെന്ന് പറഞ്ഞു. സോ അതിൻ്റെ നമ്പർ ഓഫ് സിമ്പിൾസ്, ആ ഒരു സ്ട്രിങ്ങിലുള്ള നമ്പർ ഓഫ് സിമ്പിൾസ് പ്രസൻറ്റ്, അതാണ് എന്ത് ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് മോഡുലസ് ഓഫ് S ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൽ എത്ര സിമ്പിൾസ് ഉണ്ടോ നോക്കിയാൽ മതി, അതായിരിക്കും അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നോക്കൂ, S ഇവിടെ ഒരു സ്ട്രിങ് ആണ്, CABCAD. ഇതിൽ എത്ര സിമ്പിൾസ് ഉണ്ട്,
3 3 6 സിമ്പിൾസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ മോഡ് എസ്, ദാറ്റ് മീൻസ് ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആയിരിക്കും. ലെങ്ത് ഓഫ് സ്ട്രിങ് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എം ടി സ്ട്രിങ്. അങ്ങനത്തെ സ്ട്രിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് എം ടി സ്ട്രിങ്, അല്ലെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, ലാംഡ അല്ലെങ്കിൽ എഫ്സിലോൺ. എഫ്സിലോൺ ഓർത്ത് വെക്കാം കേട്ടോ, ഇനി അങ്ങോട്ട് ആവശ്യം വരും. എഫ്സിലോൺ അല്ലെങ്കിൽ ലാംഡ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എം ടി സ്ട്രിങ്ങിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്താണെന്നുള്ളത്. ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. അഥവാ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസ് നമ്മൾ എന്ത് പറയുന്നു, ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസിൻ്റെ ഫൈനൈറ്റ് സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇഫ് ദ ലാംഗ്വേജ് ടേക്സ് ആൾ പോസിബിൾ സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 2 ഓവർ സിഗ്മ എ ബി ദെൻ എൽ ഈക്വൽ ടു, അഥവാ അവിടെ നോക്കൂ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അവിടെ ഉണ്ടാവും. ലാംഗ്വേജിൻ്റെ കേസിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ പറയാറില്ലേ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, സിമ്പിൾസ് മാത്രമല്ല അവിടെ എന്തുണ്ടാവും, ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ലാംഗ്വേജിൽ എന്തായിരിക്കും, ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അതെന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു വെറും എന്തെങ്കിലും ഇൻ ഓർഡേർഡ് അല്ലാത്ത ഒരു സെറ്റല്ല, പകരം എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസ് ആണ് എന്ത്, ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ കണ്ടോ, ഇഫ് ദ ലാംഗ്വേജ് ടേക്ക് ആൾ പോസിബിൾ സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 2, അഥവാ ഒരു ഇൻപുട്ട് ആൽഫബറ്റ് സെറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ലെങ്ത് 2 ആയിട്ടുള്ള സ്ട്രിങ്സ് വരുന്ന എന്ത് ചെയ്യുന്നു, സെറ്റ് ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇവിടെ ലാംഗ്വേജ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ലാംഗ്വേജ് ഉണ്ടാക്കാൻ പറയും. എന്താണ് ഇവിടെ കണ്ടീഷൻ എന്ത് തരുള്ളൂ, ആ ലാംഗ്വേജിലുള്ള സ്ട്രിങ്സിൻ്റെ ലെങ്ത് എന്തേ വരാൻ പറ്റുള്ളൂ, മാക്സിമം 2 വരാൻ പറ്റുള്ളൂ എന്നേ പറയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ സ്ട്രിങ്സിൽ, ആ ലാംഗ്വേജിലുള്ള സ്ട്രിങ്സ് എങ്ങനത്തേതായിരിക്കണം, അതിൻ്റെ ലെങ്ത് 2 ആവാൻ പാടുള്ളൂ. അതിലുള്ള ഇൻപുട്ട് ആൽഫബറ്റ് ഏതൊക്കെയാണ്, എ ബി. ഈ എ ബി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം 2 ലെങ്ത് വരുന്ന എത്ര കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇവിടെ എൽ നമ്മൾ ഡിഫൈൻ ചെയ്തത്. സോ ലാംഗ്വേജിലൂടെ എന്തൊക്കെ വരും, എ ബി ഉണ്ടാക്കാം, ബി എ ഉണ്ടാക്കാം, എ എ ഉണ്ടാക്കാം, ബി ബി ഉണ്ടാക്കാം. ആ 4 ഇവിടെ വരുന്നത് കണ്ടോ. ഓക്കെ, അതാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് അടുത്ത ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഓരോന്നും. ദെൻ നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ആണ്. ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഫോർമൽ ഡെഫിനിഷനാണ്. ഫോർമൽ ഡെഫിനിഷന് നമ്മൾ ഓട്ടോമേറ്റ ഫോർമൽ ഡെഫിനിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 5 ടപ്പിൾസ് യൂസ് ചെയ്തിട്ടാണ്. ക്യാപിറ്റൽ ക്യൂ, സിഗ്മ, ഡെൽറ്റ, Q0 F, ഇതാണ് 5 ടപ്പിൾസ്. ഈ ഓരോ ടപ്പിൾസും എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞാൽ. അഥവാ ആ ഓട്ടോമേറ്റഡിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ടോ ആ സ്റ്റേറ്റ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ക്യൂവിൽ എന്തുണ്ടാവും, ആ ഓട്ടോമേറ്റഡിലുള്ള എല്ലാ സ്റ്റേറ്റ്സും ക്യാപിറ്റൽ ക്യൂവിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ക്യാപിറ്റൽ ക്യൂ, ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. ദെൻ സിഗ്മ, നമ്മൾ നേരത്തെ പറഞ്ഞു, ആൽഫബറ്റ് സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിഗ്മ എന്ന് വിളിക്കുന്നത്. ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആൽഫബറ്റ് എന്ന് വിളിക്കുന്നത്. സോ ആ ആൽഫബറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് സിഗ്മ. ഓക്കെ, അത് അറിയുന്നതായിരിക്കും അല്ലേ. അഥവാ ഇൻപുട്ട് ആൽഫബറ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സിഗ്മയിൽ ഉണ്ടാവും. ദെൻ അടുത്തതാണ് ഡെൽറ്റ, പുതിയതാണ്. ട്രാൻസിഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നോക്കുക, ഡെൽറ്റ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സം ക്യൂ ക്രോസ് സിഗ്മ ഗിവൺ ക്യൂ എന്നുള്ളതാണ്. നോക്കൂ, ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളെ ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനാണ് ക്യൂ എന്ന് പറയുക. ഈ ക്യൂവിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലോട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇൻപുട്ട് ആൽഫബറ്റ് സെറ്റിലുള്ള ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകുന്നത് എങ്ങോട്ടായിരിക്കും, ഒരു സ്റ്റേറ്റിലോട്ട്, ക്യാപിറ്റൽ ക്യൂവിലുള്ള ഒരു സ്റ്റേറ്റിലോട്ട് തന്നെയായിരിക്കും പോവുക. നമുക്ക് ഏതൊരു ട്രാൻസിഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫോർമൽ ഡെഫിനിഷനാണ് ഇതിൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് വരുന്നത്. അഥവാ ഏതൊരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സ്റ്റേറ്റിലോട്ട് പർട്ടിക്കുലർ ഇൻപുട്ട് ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകുന്നത് എന്തായിരിക്കും, മറ്റൊരു സ്റ്റേറ്റിലോട്ടായിരിക്കും. അതാണ് ഈ ഒരു ഇത് പറയുന്നത്. അതാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ Q0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. അഥവാ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഏറ്റവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, Q0 എന്ന് പറയുന്നത്. Q0 യിലുള്ള എലമെൻ്റ് ആയിരിക്കും, ക്യാപിറ്റൽ ക്യൂവിലുള്ള എലമെൻ്റ് ആയിരിക്കും. ദെൻ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് ആണ്. എൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഫൈനൽ സ്റ്റേറ്റ്. അതാണ് എന്ത്, ചിലപ്പോൾ ഒരു സ്റ്റേറ്റ് ആയിരിക്കും, ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് ആയിരിക്കും എന്ത് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക.
അപ്പോൾ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. അതുകൊണ്ടാണ് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ആണ്. ക്യാപിറ്റൽ ക്യൂവിൽ നിന്നുള്ള ക്യാപിറ്റൽ ഈ എഫ് എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റ് എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ക്യാപിറ്റൽ ക്യൂവിലുള്ള എന്തായിരിക്കും, എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഓരോ കാര്യങ്ങളും DF NF കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് ഇങ്ങനെ ഓരോന്നും പഠിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കും.